2024 റീഡിംഗ് ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇയർലി ഗോൾസും പ്ലാൻസും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന പോലെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വായന ഒന്ന് റിഫ്ലക്ട് ചെയ്താലോ? നിങ്ങൾ വായിച്ച ബുക്സ് ഒക്കെ ലോഗ് ചെയ്യാറുണ്ടെങ്കിൽ ആ റീഡിംഗ് ലോഗ് എടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം റിഫ്ലക്ഷൻ ആയിട്ട് ചെലവാക്കാം. റീഡിംഗ് റിഫ്ലക്ഷൻ ഒക്കെ വെച്ചാൽ എന്താ ചെയ്യാ എന്ന് സംശയം ഉണ്ടെങ്കിൽ വായോ, അതൊക്കെ സിമ്പിൾ ആക്കി തരാം. ഈ വീഡിയോയിൽ ഞാൻ 15 റീഡിംഗ് റിഫ്ലക്ഷൻ പ്രോംസ് ഷെയർ ചെയ്യുന്നുണ്ട്. ആ പ്രോംസിനൊക്കെയുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ റീഡിംഗ് ലോഗ് ഓർ നിങ്ങളുടെ റീഡിംഗ് ജേർണി ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് പറ്റിയാൽ ഒരു ജേർണൽ എഴുതുക. ഇനി ജേർണലൊന്നും എഴുതാൻ വയ്യെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ആയിട്ട് ഇടാം. ഈ 15 ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിസ്റ്റ് പോലെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ 2024 46 ബുക്സ് ആണ് വായിച്ചത്. അതിൽ 24 നോൺ ഫിക്ഷൻ ബുക്സും 22 ഫിക്ഷൻ ബുക്സുമാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോയുടെ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇന്ററാക്റ്റീവ് റിഫ്ലക്ഷൻ സെഷൻ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ യൂട്യൂബ് പ്രീമിയർ ആയിട്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. സോ വീഡിയോ പബ്ലിഷ് ടൈമിൽ ലൈവ് ചാറ്റിന്റെ ഓപ്ഷൻസ് ഉണ്ടാവും ആൻഡ് ഐ വിൽ ബി അവൈലബിൾ ടു ഗിവ് റിപ്ലൈ ടു ഓൾ യുവർ കമന്റ്സ്. ഇനി ഇൻ കേസ് പ്രീമിയർ മിസ് ആയാലും വീഡിയോ ചാനലിൽ തന്നെ ഉണ്ടാകും. അത് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഐ എം റിയലി എക്സൈറ്റഡ് ആൻഡ് ഇത് എന്റെ ഫസ്റ്റ് യൂട്യൂബ് പ്രീമിയർ വീഡിയോ ആണ്. ഹോപ്പ് വി ഓൾ ക്യാൻ ഹാവ് എ വണ്ടർഫുൾ റീഡിംഗ് റിഫ്ലക്ഷൻ എക്സ്പീരിയൻസ്. ഓൾസോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ബുക്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അതുപോലെ ചില ബുക്സിന്റെ ഒക്കെ റിവ്യൂസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമ്പർ 1, വാട്ട് വാസ് ദ ഫാസ്റ്റസ്റ്റ് ബുക്ക് ഐ റെഡ് ദിസ് ഇയർ? ചില ബുക്സിന് ഫസ്റ്റ് പേജ് മുതൽ നമ്മളെ പിടിച്ചിരുത്താനായിട്ട് പറ്റും. ചുറ്റും എന്തൊക്കെ നടന്നാലും ശരി, ഞാൻ ഈ ബുക്ക് വായിച്ചു തീർത്തിട്ടേ മറ്റു പരിപാടികൾക്കൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ച് ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട് ഇരുന്ന് ഫാസ്റ്റ് ആയിട്ട് വായിച്ചു തീർത്ത ബുക്ക് ഏതാണ്? 2024 നിങ്ങളെ ഇതുപോലെ പിടിച്ചിരുത്തിയ അൺസ്റ്റോപ്പബിൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് റീഡ് ചെയ്ത ബുക്ക് ഏതാണെന്ന് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. എന്റെ 2024 ഫാസ്റ്റസ്റ്റ് റീഡ് ബുക്കാണ് എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ. ഈ ബുക്ക് ഞാൻ നവംബർ മാസത്തിലാണ് വായിച്ചത്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ നോവലാണ്. പിപ്പ എന്നൊരു ടീനേജർ അവരുടെ ടൗണിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മർഡർ കേസ് സ്കൂൾ പ്രോജക്റ്റ് ആയിട്ട് എടുത്ത് അത് സോൾവ് ചെയ്യുന്നതാണ് എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ എന്ന ബുക്കിന്റെ കഥ. ബുക്കിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് തീരം വരെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഒരുപാട് നെയിൽ ബൈറ്റിംഗ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. 380+ പേജസ് ഉള്ള ഈ ബുക്ക് ഞാൻ ഒരു ദിവസം കൊണ്ടാണ് വായിച്ചു തീർത്തത്. നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ചൂസ് ചെയ്തതും പിന്നെ ഈ ബുക്കിന്റെ സ്റ്റോറി നറേഷൻ സ്റ്റൈല് ട്വിസ്റ്റ് എല്ലാം കൂടി ആയപ്പോഴും നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഈ ബുക്ക് വായിച്ചു തീർക്കാനായിട്ട് പറ്റി. ഈ ബുക്കിന്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്പർ 2, വാട്ട് വാസ് ദ സ്ലോവസ്റ്റ് ബുക്ക് ഐ റെഡ് ദിസ് ഇയർ? എടുക്കുന്ന എല്ലാ ബുക്സും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വായിച്ചു തീർക്കാനായിട്ട് പറ്റിയേക്കില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ചില ബുക്കിന്റെ കണ്ടന്റിന്റെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് സമയമെടുത്ത് നല്ല ക്ഷമയോടെ ഇരുന്ന് വായിച്ച് അബ്സോർവ് ചെയ്യേണ്ടി വരും. മറ്റു ചില ബുക്സ് നല്ലതാണെങ്കിലും ലൈഫ് ബിസി ആകുമ്പോൾ വായിക്കാനായിട്ട് സമയം അത്ര കിട്ടാതെ കുറച്ച് സമയം എടുത്ത് തന്നെ വായിച്ചു തീർത്തിട്ടുണ്ടാകും. ചില ബുക്സ് ആണെങ്കിലും തുടങ്ങിയല്ലോ എന്തായാലും തീർത്തേക്കാം എന്ന് വിചാരിച്ച് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ കുറച്ച് സമയം എടുത്ത് വായിച്ചിട്ടുണ്ടാകും. വാട്ട് എവർ മേ ബി ദ റീസൺ, 2024 നിങ്ങളുടെ സ്ലോവസ്റ്റ് റീഡ് ബുക്ക് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ പവർ ഓഫ് എസ് എന്ന ബുക്കാണ് ഞാൻ കഴിഞ്ഞ വർഷം ഏറ്റവും സ്ലോ ആയിട്ട് വായിച്ചു തീർത്ത ബുക്ക്. എത്ര നാൾ എടുത്തു എന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഫസ്റ്റ് ഒരിക്കലും ലൈബ്രറിയിൽ നിന്ന് എടുത്തു, 2-3 പ്രാവശ്യം റിന്യൂ ചെയ്തു. പിന്നെ ഓവർ ഡ്യൂ ആയപ്പോഴേക്കും തിരിച്ചു കൊടുത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ആ ബുക്ക് എടുത്തിട്ടാണ് ഞാൻ വായിച്ചു തീർത്തത്. ഈ ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന ബുക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ഒരുപാട് ആളുകൾ അവരുടെ സ്റ്റോറീസ് പല ലൈഫ് സിറ്റുവേഷനിൽ നടന്ന കാര്യങ്ങളൊക്കെ ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഓരോ കാറ്റഗറിയിലെ 101 സ്റ്റോറീസ് സെലക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതാണ് ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന ബുക്ക്. ഒരുപാട് കാറ്റഗറീസിൽ ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന ബുക്സ് ഉണ്ട്. ഞാൻ വായിച്ച പവർ ഓഫ് എസ് എന്ന ബുക്കിലും ചില സ്റ്റോറീസ് ഒക്കെ നല്ലതായിരുന്നു. ബട്ട് ഒരുപാട് സ്റ്റോറീസും ഒരു ഓക്കേഷ് ടൈപ്പിലാണ് ഉണ്ടായിരുന്നത്. സ്റ്റിൽ പല സ്ഥലത്തെ പല ആളുകളുടെ എക്സ്പീരിയൻസസ് ഒക്കെ വായിച്ചറിയാനായിട്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും 1-2 സ്റ്റോറി വെച്ചിട്ടാണ് ഞാൻ വായിച്ചിരുന്നത്. അതാണ് ഞാൻ കുറച്ച് സമയം എടുത്ത് വായിച്ചു തീർത്തത്. നമ്പർ 3, വിച്ച് ബുക്സ് ഡിഡ് ഐ റീഡ് ദിസ് ഇയർ? റീഡിംഗ് ബുക്സ് എന്നത് പഴയ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്ന പോലെയാണ്. എന്തൊക്കെ നടക്കും, എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്ന് ഓൾറെഡി അറിയാമെങ്കിലും അതൊരു നല്ല കംഫർട്ട് ഫീൽ കിട്ടും. നമ്മൾ ചിലപ്പോൾ വായിച്ച് നല്ല ഇഷ്ടമായ ബുക്സിലെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് റീഡ് ചെയ്തെന്ന് വരാം. ചിലപ്പോൾ കുറെ ആയി ഈ ബുക്ക് വായിച്ചിട്ട് കഥയൊക്കെ മാറുന്നു, ഒന്നുകൂടി വായിക്കാം എന്ന് വിചാരിച്ച് വായിച്ചിട്ടുണ്ടാകാം. ഓർ ചില ബുക്സ് വീണ്ടും വായിക്കുന്നത് ഇത്തിരി മോട്ടിവേഷൻ തരുന്ന പോലെ ഫീൽ ചെയ്തിട്ട് വായിച്ചിട്ടുണ്ടാകാം. ഇതുപോലെ പല റീസൺസ് ഉണ്ടാവും വായിച്ച ബുക്സ് ഒന്നുകൂടി എടുത്ത് വായിക്കാനായിട്ട്. നിങ്ങൾ ഓൾറെഡി വായിച്ച ബുക്സ് ഒന്നുകൂടി എടുത്ത് വായിക്കാറുണ്ടോ? ഓർ ന്യൂ ബുക്സ് വായിക്കുന്നതാണോ കൂടുതൽ ഇൻട്രസ്റ്റ്? 2024 റീഡ് ചെയ്ത ബുക്സ് ഏതൊക്കെയാണെന്നെല്ലാം ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാം. ഞാൻ 2024 5 ബുക്സ് ആണ് ഫുൾ ആയിട്ട് റീഡ് ചെയ്തത്. പലപ്പോഴായിട്ട് പല ബുക്സിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ അതൊക്കെ എടുത്ത് വായിക്കാറുണ്ട്. ബട്ട് അതൊന്നും ഞാൻ ഈ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല. ഈ 5 ബുക്സ് ഞാൻ ഫുൾ ആയിട്ട് റീഡ് ചെയ്തതാണ്. ഇതൊക്കെ ഈ ചാനലില് ബുക്ക് റിവ്യൂ ഓർ സമ്മറി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ റീഡ് ചെയ്തത്. ഷോ യുവർ വർക്ക്, ദ ബുള്ളറ്റ് ജേർണൽ മെത്തേഡ്, ഇറ്റ് എൻഡ്സ് വിത്ത് 10 common mistakes good parents make,
ആൻഡ് ഇക്കിഗൈ. ഇതാണ് എന്റെ റീഡ് ലിസ്റ്റിലുള്ള 5 ബുക്സ്. ഈ ബുക്സ് ഒക്കെ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ സമ്മറി വീഡിയോ, റിവ്യൂ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്ക് ഫുൾ ആയിട്ട് വായിച്ചു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് റീഡിംഗ് ദീസ് ബുക്സ്. ഈ ബുക്സിന്റെ ഒക്കെ റിവ്യൂ ഓർ സമ്മറി വീഡിയോസ് ഒക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തതിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ 4, വിച്ച് ബുക്ക് ഡിഡ് ഐ ഇനിഷ്യലി അബാൻഡൻ ബട്ട് എൻഡഡ് അപ്പ് ലവിംഗ് ലേറ്റർ. നമ്മളിൽ ചിലരൊക്കെ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടോ ഓർ ഓൺലൈൻ റിവ്യൂസ് കണ്ടിട്ടോ ഒക്കെ ഈ ബുക്ക് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് തുടങ്ങിയ ബുക്ക് അത്ര ഇഷ്ടമാകാതെ പാതി വഴിക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് ഏതർ കുറച്ച് മാസങ്ങൾ ഓർ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ബുക്ക് ഒന്നുകൂടി എടുത്ത് വായിച്ചിട്ട് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവും. എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് 2024 ഉണ്ടായത് 2 ബുക്സിന്റെ കാര്യത്തിലാണ്. നിങ്ങൾ ഇൻ കേസ് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ബുക്കാണെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, എന്റെ കേസിലെ 2 ബുക്സ് ആണ് 5 AM Club ആൻഡ് ദ ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് അപ്പ്. ഇതാണ് ഞാൻ ഫസ്റ്റ് വായിച്ചിട്ട് ഇഷ്ടമാകാതെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും എടുത്ത് വായിച്ച് ഇഷ്ടമായ 2 ബുക്സ്. 5 AM Club ഞാൻ ഫസ്റ്റ് ഓഡിയോ ബുക്ക് ആയിട്ടാണ് കേട്ടത്. ഞാൻ വർക്ക്ഔട്ട് ടൈമിലാണ് ഓഡിയോ ബുക്സ് കേൾക്കാറുള്ളത്. എന്താണെന്ന് അറിയില്ല, ആദ്യം കേട്ടപ്പോൾ എനിക്ക് അത്ര ഗ്രിപ്പ് കിട്ടിയില്ല. മേ ബി ആ സമയം അത്ര ഫോക്കസ് ഇല്ലാതെ കേട്ടിട്ടാണോ എന്നറിയില്ല. ഫോർ സം റീസൺ ആ ബുക്കിലെ ഒരു കഥയിലൂടെ പറയുന്ന കാര്യങ്ങളും എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല ഫസ്റ്റ്. സോ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഓഡിയോ ബുക്ക് ആയിട്ട് തന്നെയാണ് ഇത് കേട്ടത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ എക്സാക്ട് റീസൺ എന്നൊന്നും എനിക്കറിയില്ല. മേ ബി കേട്ട ദിവസത്തെ മൂഡ് ആൻഡ് ഫോക്കസിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. എന്നിട്ട് അതിലെ ലെസൺസ് ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ബുക്കും വാങ്ങി. ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ അതിലെ ഓരോ പോർഷൻസ് വായിക്കാറുണ്ട്. ഇനി സെക്കൻഡ് ബുക്ക് മരി കോണ്ടോയുടെ ദ ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് അപ്പ് എന്ന ബുക്കാണ്. ഇതും ഞാൻ ഓഡിയോ ബുക്ക് ആയിട്ടാണ് ഫസ്റ്റ് കേട്ടത്. അപ്പോൾ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് വീട്ടിലെ പല സാധനങ്ങളും ഡിസ്കാർഡ് ചെയ്യാൻ പറയുന്നത് കേട്ടിട്ട് ഇതൊക്കെ വല്ലതും നടക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ബട്ട് പിന്നീട് ഈ ബുക്ക് ഞാൻ ഫ്യൂ മന്ത്സ് കഴിഞ്ഞ് എടുത്ത് വായിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ ഫസ്റ്റ് ടൈം മനസ്സിലാക്കാൻ മിസ്സായതൊക്കെ എനിക്ക് അബ്സോർവ് ചെയ്യാനും പറ്റി. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും തുടങ്ങി. നമ്പർ 5, വിച്ച് ബുക്ക് ട്വിസ്റ്റ് ഗേവ് മീ എ വാവ് മൊമെന്റ്. ചില ബുക്കിലെ പ്ലോട്ട് ട്വിസ്റ്റ് ഒക്കെ നമ്മൾ വായിക്കുന്ന ആ ഒരു മൊമെന്റിനെ ഒന്ന് ഫ്രീസ് ചെയ്യിപ്പിച്ചിട്ട് വാവ് എന്നൊരു ഫീല് തന്നിട്ടുണ്ടാകും. അത് ചിലപ്പോൾ മിസ്റ്ററി ത്രില്ലേഴ്സ് ആവാം, ഓർ റൊമാന്റിക് ഫിക്ഷൻ നോവൽസ് ആവാം, ഓർ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മെമ്മോയ്സ് കൂടി ആകാം. അങ്ങനെ ആ ഒരു വാവ് മൊമെന്റ് ഓർ സർപ്രൈസിംഗ് ഫീൽ തന്ന ബുക്ക് ഏതാണെന്ന് കമന്റ് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വാവ് മൊമെന്റ് തന്നത് ഫ്രിഡ മക്ഫഡൻ എന്ന ഓതറിന്റെ ദ ഹൗസ്മേഡ് എന്ന ബുക്കിലെ ട്വിസ്റ്റ് വായിച്ചപ്പോഴാണ്. ഞാൻ മിസ്റ്ററി ത്രില്ലേഴ്സ് അത്ര വായിക്കാത്ത ഒരാളായിരുന്നു. എന്നിട്ട് ദ ഹൗസ്മേഡ് എന്ന ബുക്കാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. മിലി എന്ന ക്യാരക്ടർ ഒരു വീട്ടിൽ ഹൗസ്മേഡ് ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ആ വീട്ടില് മിലിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് ദ ഹൗസ്മേഡ് എന്ന ബുക്കിലെ സ്റ്റോറി. ഇതിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ബുക്ക് നല്ല ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ ആണ്. ഫാസ്റ്റ് പേസ്ഡ് ആണ്, പേജ് ടേണർ ആണ്. ഈ ബുക്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എത്തിയപ്പോഴേക്കും ഐ വാസ് ലൈക്ക് വാട്ട്, ശരിക്കും എന്നൊരു ഫീൽ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് വല്ലാത്തൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ ബുക്ക് വായിച്ചതിന് ശേഷം പല മിസ്റ്ററി ത്രില്ലേഴ്സ് വായിക്കാനായിട്ട് തുടങ്ങി. പല 5 സ്റ്റാർ ബുക്സ് വായിച്ച് ഇഷ്ടമായെങ്കിലും ആ ഒരു വാവ് മൊമെന്റ് ദ ഹൗസ്മേഡ് എന്ന ബുക്കിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. നമ്പർ 6, വിച്ച് ബുക്ക് മേഡ് മീ ക്രൈ. ബുക്സിന് നമ്മളെ പല സ്ഥലങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ പല ആളുകളുടെ ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം അവരുടെ ഷൂസിൽ നിന്ന് മനസ്സിലാക്കാനും, എന്തിന് ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിൽ നടന്ന ഇൻസിഡൻസ് പോലെ തന്നെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും, ഈവൻ ദോ അതൊന്നും നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിലും. അതുകൊണ്ട് ചില ബുക്സ് വായിക്കുമ്പോഴോ ഓർ വായിച്ചതിന് ശേഷമോ കണ്ണുകളൊക്കെ നിറഞ്ഞ് കരഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഹാർട്ടിനൊക്കെ ഒരു ഹെവി ഫീലിംഗ് തോന്നിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ 2024 നിങ്ങൾ വായിച്ച ഏതെങ്കിലും ബുക്സ് നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടോ? കമന്റ് ആയിട്ട് അറിയിക്കുക. 2024 ഞാൻ വായിച്ച ബിഫോർ യുവർ മെമ്മറി ഫെയ്ഡ്സ് എന്ന ബുക്കാണ് എന്നെ കരയിപ്പിച്ചത്. ഇത് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് എന്ന സീരീസിൽ വരുന്ന നെക്സ്റ്റ് ബുക്കാണ്. ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് എന്ന ബുക്കും നല്ല ഇമോഷണൽ ആയിരുന്നു, പക്ഷെ കരയിപ്പിച്ചിട്ടില്ലായിരുന്നു. ബട്ട് ബിഫോർ യുവർ മെമ്മറി ഫെയ്ഡ്സ് എന്ന ബുക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര ഇമോഷണൽ ആണ്, വായിക്കുമ്പോഴും വായിച്ചതിന് ശേഷവും എല്ലാം. ഈ 2 ബുക്സിലും ജപ്പാനിലെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് നടക്കുന്ന കഥയാണുള്ളത്. ആ കോഫി ഷോപ്പിലെ ഒരു പർട്ടിക്കുലർ ചെയറിലിരുന്ന് കോഫി കുടിച്ചു കഴിഞ്ഞാൽ ടൈം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. കേൾക്കുമ്പോൾ ഇത്തിരി സിമ്പിൾ ആയി തോന്നിയാലും ഈ 2 ബുക്സിലെയും ടൈം ട്രാവൽ ചെയ്യുന്ന ആളുകൾ അവർ എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നു, അവർ ടൈം ട്രാവൽ ചെയ്തതിന് ശേഷം അവർക്ക് വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ബിഫോർ യുവർ മെമ്മറി ഫെയ്ഡ്സ് എന്ന ബുക്കിൽ ടൈം ട്രാവൽ ചെയ്യുന്ന 4 ആളുകളുടെ സ്റ്റോറീസും മരണവുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതിലെ ഫസ്റ്റ് സ്റ്റോറിയിലെ ഒരു മകളുടെ കഥ വല്ലാത്ത ടച്ചിങ് ആയിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പാരന്റ്സിനെ നഷ്ടമായ ആ മകൾക്ക് ഗോ ത്രൂ ചെയ്യേണ്ടി വന്ന ലൈഫ് സ്ട്രഗിൾസ് എല്ലാം ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് വായിച്ചപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി, ഞാൻ കരഞ്ഞുപോയി. ഈ ബുക്കിന്റെ റിവ്യൂ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ പ്ലാനിലുണ്ട്. ബട്ട് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് എന്ന ബുക്കിന്റെ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ 7, വിച്ച് ബുക്ക് ഡു ഐ റിഗ്രറ്റ് റീഡിംഗ്. ചില മൂവീസ് ഒക്കെ ഉണ്ടാവും നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ കണ്ടു തുടങ്ങും. ആദ്യം വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയാലും കുറച്ച്
കുറച്ച് കഴിഞ്ഞ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോൾ തന്നെ ഈ പടം എന്തായാലും അലമ്പായിരിക്കും എന്ന് നമുക്ക് തോന്നും. സ്റ്റിൽ എന്തായാലും എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. അവർ ഇത്ര നേരം ഇരുന്ന് കണ്ടില്ല, ഇനി ബാക്കിയും കൂടി കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഫുൾ ഇരുന്ന് കാണും. എന്നിട്ട് പടം കഴിഞ്ഞതും ടൈം വേസ്റ്റ് ആയി, പടം തീരെ കൊള്ളില്ലായിരുന്നു, കാണേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഇതേ കേസ് ബുക്സിന്റെ ലോകത്ത് നടക്കാറുണ്ട്. എല്ലാ ബുക്സും നല്ലതായിരിക്കണം എന്നില്ല. അതുപോലെ ചിലപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഓതറിന്റെ മറ്റൊരു ബുക്ക് ആയിരിക്കും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇതുപോലെ വായിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ബുക്ക് ഏതാണ്? വിച്ച് ബുക്ക് ഡു യു റിഗ്രറ്റ് റീഡിംഗ്? കമന്റ് ചെയ്യുക. എനിക്ക് ഫ്രിഡ മക്ഫഡന്റെ ദ ടീച്ചർ എന്ന ബുക്കാണ് വായിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ബുക്ക്. ദ ഹൗസ്മേഡ് എന്ന ബുക്ക് വായിച്ച് ഇഷ്ടമായിട്ട് ഈ ഓതറിന്റെ ബാക്കി ബുക്സ് ഒക്കെ എടുത്ത് വായിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ദ ടീച്ചർ എന്ന ബുക്ക് ആയപ്പോഴേക്കും എനിക്ക് മതിയായി. എന്നിട്ട് ഇപ്പോൾ ഫ്രിഡ മക്ഫഡന്റെ ബുക്സിനൊക്കെ ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫായ 2 ടീച്ചേഴ്സ് ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. രണ്ടുപേരും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ്. അതേ സ്കൂളിൽ ലാസ്റ്റ് ഇയർ ഒരു സ്റ്റുഡന്റിന് ചില ഇഷ്യൂസിലൊക്കെ പെട്ടിട്ട് വാർണിംഗ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റുഡന്റ് ഈ 2 ടീച്ചേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതിനെ തുടർന്ന് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ്, ഇതൊക്കെയാണ് കഥ. ത്രില്ലർ ജോണറിലാണെങ്കിലും എനിക്ക് അത്ര ത്രില്ലിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. ഓൾസോ സ്റ്റോറി ലൈൻ നല്ല വീക്ക് ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് തോന്നിയാലും ലാസ്റ്റ് എന്ത് സംഭവിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരുന്ന് വായിച്ചു. ബുക്ക് കഴിഞ്ഞതും വായിച്ച സമയം കളയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്പർ 8, വിച്ച് ബുക്ക് ഡിസപ്പോയിന്റഡ് മീ ദ മോസ്റ്റ്? വീണ്ടും നമുക്ക് മൂവീസിനെ വെച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ചില മൂവീസ് അതിന്റെ പ്രൊമോസ്, ട്രെയിലർ, ആക്ടേഴ്സ്, സോങ്സ് ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ മൂവി കണ്ടു തുടങ്ങും. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെ പോയിട്ടുണ്ടാകും. പക്ഷെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ ആ ഫ്ലോ അങ്ങ് കളഞ്ഞു ഫുള്ള് കൊളവാക്കി എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ തുടക്കമൊക്കെ നല്ല ഹൈപ്പ് തന്നിട്ട് ക്ലൈമാക്സ് കൊളവാക്കി നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്ത ബുക്ക് ഏതാണെന്ന് കമന്റ് ചെയ്യുക. എന്നെ ഇതുപോലെ ഡിസപ്പോയിന്റ് ചെയ്തത് എന്റെ ഒരു ഫേവറേറ്റ് ഓതറായ കൊളിൻ ഹൂവറിന്റെ നെവർ നെവർ എന്ന ബുക്കാണ്. ഇത് ടാരൻ ഫിഷർ എന്ന മറ്റൊരു ഓതറിന്റെ കൂടെ കൊളിൻ ഹൂവർ കോ ഓതർ ചെയ്ത ബുക്കാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, കൊളിൻ ഹൂവറിന്റേതായ കുറച്ച് റൈറ്റിംഗ് സ്റ്റൈല്, സ്റ്റോറി ക്രിയേഷൻ ഇതൊക്കെ ഈ ബുക്കിൽ ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബുക്കിൽ 3 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. സെക്കൻഡ് പാർട്ട് എത്തിയപ്പോഴേക്കും കുറച്ച് ത്രില്ല് കുറയാൻ തുടങ്ങി. തേർഡ് പാർട്ടും ക്ലൈമാക്സും ഒക്കെ ഫുള്ള് കൊളവാക്കി എന്ന് തന്നെ പറയാം. ചാർലി ആൻഡ് സൈലസ് എന്ന 2 ടീനേജേഴ്സിന്റെ സ്റ്റോറിയാണ് നെവർ നെവർ എന്ന ബുക്കിലുള്ളത്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്ന ഇവര് പിന്നീട് ലവേഴ്സ് ആകും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇവർക്ക് 2 പേർക്കും അവരുടെ ഓർമ്മ നഷ്ടപ്പെടും. അവർ ആരാണ്, എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നൊന്നും അവർക്ക് തീരെ അറിയില്ല. സ്കൂളിലെ ഫ്രണ്ട്സ്, ഫോണിലെ മെസ്സേജസ്, പിന്നെ മറ്റോരോ ക്ലൂസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഈ പോർഷൻ ഒക്കെ നന്നായിട്ട് പോയാലും ക്ലൈമാക്സിൽ അവരുടെ ഓർമ്മ നഷ്ടപ്പെടാനായിട്ട് പറയുന്ന കാരണം, പിന്നെ സ്റ്റോറിയിൽ അൺആൻസേർഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ കൂടി ആയപ്പോഴേക്കും തുടക്കത്തിൽ ബിൽഡ് ചെയ്ത് വന്ന ആ ഹൈപ്പ് ലാസ്റ്റ് ഫുൾ ആയിട്ട് പോയി. ഓൾസോ എനിക്കിത് വല്ലാത്തൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. നമ്പർ 9, വാട്ട് വെയർ മൈ ഫീൽ ഗുഡ് റീഡ്സ് ദിസ് ഇയർ? ചില ബുക്സ് ഉണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും എടുത്തു പറയാതെ നല്ല സിമ്പിൾ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്ലസന്റ് ഫീലിംഗ് കിട്ടും. ബുക്ക് വായിക്കുന്നതിനിടയിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ചിരിച്ചിട്ടുണ്ടാവും, മനസ്സിലെ സ്ട്രെസ്സസ് ഒക്കെ മറന്ന് ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടാവും. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് ബുക്ക് എന്ന് പറയാൻ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ 2024 വായിച്ചിട്ടുള്ള ഫീൽ ഗുഡ് ബുക്സ് ഏതൊക്കെയാണെന്ന് വീഡിയോയിൽ കമന്റ് ചെയ്യുക. 2024 ഞാൻ വായിച്ച ഒരു ഫീൽ ഗുഡ് ബുക്കാണ് ഡേയ്സ് അറ്റ് ദ മൊറിസാക്കി ബുക്ക് ഷോപ്പ്. നല്ലൊരു സിമ്പിൾ സ്റ്റോറി നല്ല ഈസി ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ബുക്കാണിത്. ഇത് നല്ലൊരു കംഫർട്ട് റീഡ് ബുക്കാണ്. സ്ട്രെസ് ഒക്കെ മറന്ന് നല്ല റിലാക്സ് ആവാനായിട്ട് പറ്റിയ ഒരു ബുക്ക്. ടക്കാക്കോ ആണ് ഈ ബുക്കിലെ മെയിൻ ക്യാരക്ടർ. ഏർലി 20s ടക്കാക്കോനെ ബോയ് ഫ്രണ്ട് ഉപേക്ഷിച്ചു പോവും. ബോയ് ഫ്രണ്ട്, ജോലി, ഫ്രണ്ട്സിനൊക്കെ നഷ്ടമായ ടക്കാക്കോ ഡിപ്രഷനിലാവും. ആ സമയത്ത് ടക്കാക്കോ തന്റെ അങ്കിളുടെ ഒരു യൂസ്ഡ് ബുക്ക് ഷോപ്പിലെ മുകളിലത്തെ മുറിയിൽ വന്ന് താമസിക്കാൻ തുടങ്ങും. എന്നിട്ട് അവിടെയുള്ള ഓരോ ബുക്സ് എടുത്തിട്ട് വായിച്ചു തുടങ്ങും. അങ്ങനെ ബുക്സ് തീരെ വായിക്കാതിരുന്ന ടക്കാക്കോ ബുക്സ് വായിച്ചു തുടങ്ങി. ബുക്സിലൂടെ പുതിയ രീതിയിൽ ഈ ലോകത്തെ കാണാൻ പഠിക്കുന്നതൊക്കെയാണ് ഈ ബുക്കിന്റെ കഥ. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു പ്ലസന്റ് ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. ഇതിന്റെ ബുക്ക് റിവ്യൂ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്പർ 10, വിച്ച് ബുക്ക് ഹാഡ് എ ക്യാരക്ടർ ഐ റിലേറ്റഡ് ടു ദ മോസ്റ്റ്? ചില നോൺ ഫിക്ഷൻ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി തന്നെ എഴുതിയതാണോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില ഫിക്ഷൻ ബുക്സിലെ ക്യാരക്ടേഴ്സ്, സ്റ്റോറി പ്ലോട്ട്സ് ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓർ കഴിഞ്ഞു പോയ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഒരു റിലേഷൻ തോന്നുന്നുണ്ടാവും. ചില ക്യാരക്ടേഴ്സിന്റെ ബിഹേവിയേഴ്സും ക്യാരക്ടർ ട്രേറ്റ്സും എല്ലാം വായിക്കുമ്പോഴേക്കും എന്നെ പോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടും ഉണ്ടാവും. അങ്ങനെ 2024 നിങ്ങൾ വായിച്ച ഏതെങ്കിലും ബുക്കിലെ ക്യാരക്ടറുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആയിട്ടുണ്ടോ എങ്കിൽ ആ ബുക്ക് ഏതാണെന്നും ക്യാരക്ടർ ഏതാണെന്നും എല്ലാം ഈ വീഡിയോയിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. എനിക്ക് ഡേയ്സ് അറ്റ് മൊറിസാക്കി എന്ന ബുക്ക് ഷോപ്പിലെ ടക്കാക്കോ എന്ന ക്യാരക്ടറുമായിട്ടാണ് കൂടുതൽ റിലേറ്റഡ് ആയിട്ട് തോന്നിയത്. ടക്കാക്കോ ലവ് ബ്രേക്കപ്പ് ആയിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ബുക്സ് വായിച്ചു തുടങ്ങും. പിന്നീട് ബുക്സ് നല്ല ഇഷ്ടമായിട്ട് ഒന്ന് കഴിഞ്ഞ് അടുത്തത് എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ തുടങ്ങും. ലൈഫിൽ ഹാപ്പിനെസ്സും പുതിയൊരു മീനിങ്ങും ഒക്കെ തിരിച്ചു കൊണ്ടുവരും. ലവ് ബ്രേക്കപ്പ്, ഡിപ്രഷൻ പോലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിലും ലൈഫ് ബിസി ആയിട്ട് ടൂ മച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ബുക്സ് വായിച്ചു തുടങ്ങിയത്. സോ ഈ ബുക്കിലെ ടക്കാക്കോനെ പോലെ ബുക്ക് വായന തുടങ്ങിയപ്പോൾ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു, കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി, ലൈഫ്
ലൈഫിനെ പല രീതിയിൽ മീനിങ് ഫുൾ ആയിട്ടൊക്കെ കാണാൻ തുടങ്ങി. മെയിൻ ആയിട്ട് ബുക്സ് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു ബുക്ക് കഴിഞ്ഞത് അടുത്തത് എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് വായിക്കാനായിട്ട് തുടങ്ങി. സോ ആ ഒരു കഥയിലെ ടക്കാക്കയുടെ സിറ്റുവേഷൻ എനിക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. നമ്പർ 11, വിച്ച് ബുക്ക് ചേഞ്ച് മൈ പെർസ്പെക്റ്റീവ് ആൻഡ് വേ ഓഫ് തിങ്കിങ്. നമ്മുടെ ഫാമിലി, നമ്മൾ വളർന്ന ചുറ്റുപാട്, നമ്മൾ പഠിച്ച സ്കൂള്, കോളേജ്, ഇടപഴകിയ ആളുകള്, ഫ്രണ്ട്സ്, ജീവിക്കുന്ന സ്ഥലം, ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ചില പെർസ്പെക്റ്റീവ്സ് എല്ലാം എന്തായാലും ശരിയാണ് എന്ന് വിശ്വസിച്ച് അത് കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. അതിൽ ചിലതൊക്കെ തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ലോകം എന്താണെന്ന് നമ്മൾ തീരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറില്ല. പക്ഷെ ചില ബുക്സിന് നമ്മുടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള തിങ്കിങ് ആൻഡ് പെർസ്പെക്റ്റീവ്സിനൊക്കെ മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ കഴിഞ്ഞ വർഷം നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും മാറ്റാനായിട്ട് സഹായിച്ച ബുക്ക് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന ബുക്കാണ് എന്റെ പെർസ്പെക്റ്റീവ്സും വേ ഓഫ് തിങ്കിങ്ങും എല്ലാം മാറ്റിയ ബുക്ക്. ഒരു ഫിലോസഫറും ഒരു യങ് മാനും തമ്മിൽ കോൺവെർസേഷൻ നടത്തുന്ന പോലെയാണ് ഈ ബുക്കിൽ ഫുൾ ആയിട്ടുള്ളത്. ഈ ലോകത്ത് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും അതിനൊക്കെ പലരെയും കുറ്റപ്പെടുത്തി ആ യങ് മാൻ ചോദിച്ച കുറെ ചോദ്യങ്ങൾക്കൊക്കെ ഫിലോസഫർ നൽകുന്ന ഉത്തരങ്ങളാണ് ഈ ബുക്കിലുള്ളത്. ഇത്തിരി ടൈം എടുത്ത് തന്നെ ഈ ബുക്ക് വായിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ ഈ ബുക്കിൽ പറഞ്ഞ ചില കാര്യങ്ങളുമായിട്ട് ചിലപ്പോൾ ഡിഫറെന്റ് ഒപ്പീനിയൻ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ബട്ട് ദാറ്റ്സ് ഓക്കെ. വീണ്ടും വായിക്കുക, കണ്ടന്റ് അബ്സോർവ് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ ബുക്കിലെ ഒരുപാട് ലെസൺസ് എനിക്ക് ഇഷ്ടമായെങ്കിലും മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് ഞാൻ മൈൻഡിൽ ഫുൾ ആയിട്ട് അബ്സോർവ് ചെയ്ത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. ആദ്യത്തെ ലെസൺ എന്താണെന്നാൽ, നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിന് മറ്റുള്ളവരെയോ ഓർ മറ്റു പല സിറ്റുവേഷൻസുമാണ് കാരണം എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താറുണ്ട്. ആക്ച്വലി ഇത് ആ കാര്യം ചെയ്യാത്തതിന് ശരിക്കുമുള്ള ഒരു കാരണമാണോ ഓർ ആ കാര്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്ക്യൂസ് ആണോ? ഇത് എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പാഠമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് തന്നെ ലൈഫിലെ പല സിറ്റുവേഷനിൽ വെച്ചിട്ട് ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് എക്സ്ക്യൂസസ് പറഞ്ഞിരിക്കുന്നത് കുറയാൻ തുടങ്ങി. ഇനി രണ്ടാമത്തെ ലെസൺ എന്താണെന്നാൽ, എന്റെ അഭിപ്രായങ്ങള്, ഒപ്പീനിയൻസ് ഒക്കെ മറ്റുള്ളവരോട് പറയാം. അതിനും ഒരു ലിമിറ്റ് വേണം. മറ്റുള്ളവരുടെ കാര്യങ്ങളിലോട്ട് ടൂ മച്ച് ഇന്റർഫിയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബട്ട് അവർ അതൊക്കെ കേട്ടിട്ട് ഞാൻ പറയുന്നത് പോലെ ഫുൾ ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അതിപ്പോ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, കൊളീഗ്സ്, അങ്ങനെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇറ്റ്സ് ദെയർ ലൈഫ്. അവരുടെ ലൈഫ് എങ്ങനെ നയിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ എന്റെ ലൈഫ് ഞാൻ എങ്ങനെ നയിക്കണമെന്ന് ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പലതും വരാം. അതിൽ എന്തൊക്കെ സ്വീകരിക്കണം, എന്തൊക്കെ ഇഗ്നോർ ചെയ്യണമെന്ന് ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഓൾസോ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവരോടൊക്കെ നോ പറയേണ്ടി വരും. സൊസൈറ്റി എക്സ്പെക്ടേഷൻസ് ഫോളോ ചെയ്യാൻ പറ്റിയേക്കില്ല. ചിലപ്പോൾ ആളുകൾ എന്നെ വെറുത്തേക്കാം. ബട്ട് അതിനുള്ള ഒരു കറേജ് വളർത്തിയെടുക്കണം. അതാണ് ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. നമ്പർ 12, വിച്ച് ബുക്ക് ഡിഡ് ഐ റീഡ് ഔട്ട്സൈഡ് മൈ യൂഷ്വൽ ഏജ് റേഞ്ച്. ഈ സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺ എന്ന് പറയുന്ന പോലെയാണ് റീഡേഴ്സിന് അവർ യൂഷ്വലി വായിക്കുന്ന ജോണർ ഓർ ഏജ് റേഞ്ചിൽ നിന്നും വ്യത്യസ്തമായ ബുക്സ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ യൂഷ്വലി വായിക്കാറുള്ള ഏജ് റേഞ്ചിൽ നിന്നും മാറി വായിച്ച ബുക്സ് ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. 2024 ഞാൻ ഇതുപോലുള്ള 4 ബുക്സ് ആണ് വായിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ബുക്ക് ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫോർ സ്റ്റുഡൻസ്. ഈ ബുക്ക് ഞാൻ ഫുൾ ആയിട്ട് വായിച്ചത് ഈ ബുക്കിന്റെ ഒരു സമ്മറി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സമ്മറി വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കിലെ കണ്ടന്റുമായിട്ട് ഇത് സിമിലർ ആണെങ്കിലും ഇതിന്റെ ഇന്റർനെറ്റ് ഓഡിയൻസ് ഹൈസ്കൂൾ ഓർ കോളേജ് സ്റ്റുഡൻസ് ആണ്. സോ എക്സാം പ്രിപ്പറേഷൻ, കോളേജ് അഡ്മിഷൻ, ഗ്രാജുവേഷൻ ഇതെല്ലാം ഈ ബുക്ക് വായിക്കുമ്പോൾ കേൾക്കും. അത് എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ബുക്കാണ് ഇക്കിഗൈ ഫോർ ടീൻസ്. ഇതും ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് വായിച്ചത്. വീഡിയോ ഇതുവരെ റെഡി ആയിട്ടില്ല. ഈ ബുക്കിന്റെ റൈറ്റിംഗ് ഫുള്ള് ഒരു ടീനേജേഴ്സിനോട് സംസാരിക്കുന്ന പോലെ ആണെങ്കിലും എനിക്ക് ഈ ബുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമ്മുടെ ഇക്കിഗൈ കണ്ടുപിടിക്കാനുള്ള കുറെ ടിപ്സ് ഒക്കെ ഈ ബുക്കിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇനി അടുത്ത 2 ബുക്സും കുറച്ചുകൂടി ഏജ് റേഞ്ച് കുറഞ്ഞ ട്വീൻസ്, അതായത് 8 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ബുക്സ് ആണ് ഞാൻ വായിച്ചത്. വൈൽഡ് റോബോട്ട് ആണ് തേർഡ് ബുക്ക്. വൈൽഡ് റോബോട്ട് എന്ന മൂവി കണ്ടതിന് ശേഷം എന്റെ മോള് അവൾക്ക് ബുക്കാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് പറഞ്ഞപ്പോൾ ആ ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വായിച്ചത്. വൈൽഡ് റോബോട്ടിന്റെ ബുക്ക് വേഴ്സസ് മൂവി കമ്പാരിസൺ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 4ാമത്തെ ബുക്കാണ് ഇൻവെസ്റ്റിംഗ് ഫോർ കിഡ്സ്. ഇതിന്റെ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ബുക്ക് ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വായിച്ചത്. ലൈബ്രറിയിൽ നിന്നും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്ത ബുക്കാണ്. എന്താണ് ഇതിലുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് വായിച്ചു തുടങ്ങി. പക്ഷെ ഫുൾ ഇരുന്ന് വായിച്ചു. കുട്ടികൾക്ക് മണി ആൻഡ് ഇൻവെസ്റ്റിംഗിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നല്ലൊരു ബുക്കാണിത്. നമ്പർ 13, വിച്ച് ന്യൂലി ഡിസ്കവേർഡ് ഓതർ മേഡ് മീ എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ മോർ ഓഫ് ദെയർ വർക്ക്. പുതിയൊരു ഓതറിനെ കണ്ടുപിടിക്കുക എന്നത് പുതിയ കുറെ എക്സ്പീരിയൻസസിലോട്ടുള്ള വാതിൽ തുറക്കുന്ന പോലെയാണ്. അങ്ങനെ 2024 നിങ്ങൾ ഏത് പുതിയ ഓതറിനെയാണ് ഫൈൻഡ് ചെയ്ത് ഇപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഓതേഴ്സിന്റെ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്? ആ ഓതറിന്റെ ഏതൊക്കെ ബുക്സ് വായിക്കാനായിട്ടാണ് നിങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് എന്നുമെല്ലാം ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. 2024 ഞാൻ പുതിയതായി ഡിസ്കവർ ചെയ്ത് ഇപ്പോൾ എന്റെ ഫേവറേറ്റ് ഓതേഴ്സിന്റെ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓതറാണ് ഹോളി ജാക്സൺ. ഈ ഓതറിന്റെ എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ എന്ന ബുക്ക് വായിച്ചിട്ടാണ് ഞാൻ ഫുള്ളി ഹുക്ഡ് അപ്പ് ആയത്. മിസ്റ്ററി ത്രില്ലർ ജോണറിൽ വരുന്ന ബുക്സ് ആണ് ഹോളി ജാക്സൺ
ജാക്സൺ എഴുതിയിട്ടുള്ളത്. ഈ ഓഥറുടെ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ സീരീസിൽ വരുന്ന സെക്കൻഡ് ബുക്ക് ഗുഡ് ഗേൾ ബാഡ് ബ്ലഡ് എന്ന ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇനി ഈ സീരീസിലെ തേർഡ് ബുക്കായ ആസ് ഗുഡ് ആസ് ഡെഡ്, പിന്നെ അതല്ലാതെ സ്റ്റാൻഡ് അലോൺ ബുക്സ് ആയ 5 സർവൈവ് ആൻഡ് ദ റീഅപ്പിയറൻസ് ഓഫ് റേച്ചൽ പ്രൈസ്, ഇതൊക്കെയാണ് ഈ വർഷം ഞാൻ വായിക്കാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്ന ബുക്സ്. നമ്പർ 14 വാട്ട് വാസ് ദ മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് ജോണർ ഐ എൻജോയ്ഡ് ദിസ് ഇയർ. പുതിയൊരു ജോണർ എക്സ്പ്ലോർ ചെയ്തിട്ട് അത് ഇഷ്ടമാവുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും വായിക്കാറുള്ള ജോണറിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2024 ട്രൈ ചെയ്ത് ഇഷ്ടമായ ജോണർ ഏതാണെന്ന് കമന്റ് ചെയ്യുക. 2024 ഞാൻ പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത ജോണറാണ് മിസ്റ്ററി ത്രില്ലേഴ്സ്. ഞാൻ എന്റെ റീഡിംഗ് ജേർണി നോൺ ഫിക്ഷൻ ബുക്സ് വെച്ചാണ് തുടങ്ങിയതെങ്കിലും പതുക്കെ റൊമാന്റിക് ഫിക്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിരുന്നു. മിസ്റ്ററി ത്രില്ലേഴ്സ് എനിക്ക് പരിചയമുള്ളവർ വായിക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും അത് ട്രൈ ചെയ്യാനായിട്ട് തോന്നിയിരുന്നില്ല. ബട്ട് ഫോർ സം റീസൺ ഒരു ദിവസം ദ ഹൗസ് മെയ്ഡ് എന്ന ബുക്ക് വായിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം മിസ്റ്ററി ത്രില്ലേഴ്സ് നല്ല ഇഷ്ടമായിട്ട് കുറച്ചുകൂടി ബുക്സ് വായിച്ചു. മിസ്റ്ററി ത്രില്ലേഴ്സ് വായിക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ കഥയിൽ മുഴുകി അങ്ങനെ കുറെ നേരം ഇരിക്കും. ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നല്ല അടിപൊളിയാണെങ്കിലും ടൈം കമ്മിറ്റ്മെന്റ് വരുന്നതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മിസ്റ്ററി ത്രില്ലേഴ്സ് വായിക്കാറില്ല. സ്റ്റിൽ 2024 ഞാൻ 12 മിസ്റ്ററി ത്രില്ലേഴ്സ് ആണ് വായിച്ചത്. ഇത് എനിക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റിവാർഡിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്പർ 15 വാട്ട് വാസ് മൈ ഫേവറേറ്റ് ടൈം ട്രാവൽ ബുക്സ് ഐ റെഡ് ദിസ് ഇയർ. ടൈം ട്രാവൽ ബുക്സ് ശരിക്കും മാജിക്കൽ ആണ്. റിയാലിറ്റി അല്ലാത്ത വേൾഡിലോട്ടും ടൈമിലോട്ടും ഒക്കെ നമ്മുടെ ഇമാജിനേഷനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ സാധിക്കുന്ന വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ് ടൈം ട്രാവൽ ബുക്സ്. 2024 നിങ്ങൾ ഇതുപോലെ പല വേൾഡ് ആൻഡ് ടൈമിലോട്ടൊക്കെ കൊണ്ടുപോയ ബുക്സ് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കമന്റ് ആയിട്ട് ഇട്ടോളുക. ഞാൻ 2024 3 ടൈം ട്രാവൽ ബുക്സ് ആണ് വായിച്ചത്. റോങ് പ്ലേസ് റോങ് ടൈം, ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ്, ബിഫോർ യുവർ മെമ്മറി ഫേഡ്സ്, ഇതൊക്കെയാണ് ഞാൻ വായിച്ച 3 ടൈം ട്രാവൽ ബുക്സ്. റോങ് പ്ലേസ് റോങ് ടൈം ഒരു മിസ്റ്ററി ത്രില്ലർ ടൈം ട്രാവൽ ബുക്കാണ്. തന്റെ 18 വയസ്സാകാറായ മകൻ ഒരു ദിവസം രാത്രി വീട്ടിലെത്താനായിട്ട് ലേറ്റ് ആകുന്നു. മകൻ വരുന്നത് നോക്കി നിൽക്കുന്ന അമ്മ ജനലിലൂടെ കാണുന്നത് തന്റെ മകൻ കത്തി കൊണ്ട് ഒരാളെ കുത്തി കൊലപ്പെടുത്തുന്നതാണ്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള തന്റെ മകൻ എന്തിനാണ് അങ്ങനെ ഒരു മേർഡർ ചെയ്തത് എന്ന് അറിയാതെ അടുത്ത ദിവസം ഉണരുമ്പോഴേക്കും ആ അമ്മ മേർഡർ നടന്നതിന്റെ ഒരു ദിവസം പുറകിലോട്ട് ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ടാകും. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം രാവിലെ ഉണരുമ്പോഴും പല ദിവസങ്ങളിൽ പുറകിലോട്ടായിട്ടാണ് ടൈം ട്രാവൽ ചെയ്യുന്നത്. തന്റെ മകൻ എന്തിനാണ് ആ മേർഡർ ചെയ്തത്, ആ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ആ മരണം നടക്കുന്നത് തടയാൻ പറ്റുമോ എന്ന രീതിയിൽ ആ അമ്മ ടൈം ട്രാവൽ ചെയ്യുന്ന ജേർണിയാണ് റോങ് പ്ലേസ് റോങ് ടൈം എന്ന ബുക്കിലുള്ളത്. നല്ല ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ട്വിസ്റ്റ് ഉണ്ട്, പേജ് ടേണർ ആണ്, മൊത്തത്തിൽ കൊള്ളാം. അടുത്ത 2 ബുക്സും ഒരു സീരീസിലെ 2 ബുക്സ് ആണ്. ഈ 2 ബുക്സിലും സെയിം രീതിയിലാണ് ആളുകൾ ടൈം ട്രാവൽ ചെയ്യുന്നത്. ജപ്പാനിലെ ഒരു കോഫി ഷോപ്പിലെ പർട്ടിക്കുലർ ചെയറിൽ ഇരുന്ന് കോഫി കുടിച്ചു കഴിഞ്ഞാൽ ടൈം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഈ 2 ബുക്സും ത്രില്ലിംഗ് ഒന്നും അല്ലെങ്കിലും കുറച്ച് ലൈഫ് ലെസൺസ് പഠിപ്പിക്കുന്ന രീതിയിൽ നല്ല ഇമോഷണൽ ആയിട്ടുള്ള ബുക്സ് ആണ്. ബിഫോർ യുവർ കോഫി ഗെറ്റ്സ് കോൾഡ് ആൻഡ് ബിഫോർ യുവർ മെമ്മറി ഫേഡ്സ് എന്ന ഈ 2 ബുക്കിലും 4 വ്യത്യസ്തമായ ആളുകൾ ടൈം ട്രാവൽ ചെയ്യുന്നതായിട്ടാണ് സ്റ്റോറി. പല വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലുള്ള 4 പേര് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിൽ പോയിട്ട് അവരവരുടെ മനസ്സ് മാറുന്നതൊക്കെയാണ് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് എന്ന ബുക്കിലെ സ്റ്റോറി. ഇതിന്റെ റിവ്യൂ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ബിഫോർ യുവർ മെമ്മറി ഫേഡ്സ് എന്ന ബുക്കിലും 4 വ്യത്യസ്തമായ ആളുകൾ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബുക്കിന്റെ മെയിൻ തീം മരണപ്പെട്ടവരാണ്. സോ ലൈഫിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ഗ്രീവിംഗ് ഫേസിലൂടെ പോകുന്നവരും അതല്ലാത്തവർക്കും വായിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഹെവി ഇമോഷണൽ ഫീൽ തോന്നും. ഇതൊരു മസ്റ്റ് റീഡ് ബുക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിംഗ് റിഫ്ലക്ഷൻ 2024 ഞാൻ പ്രിപ്പയർ ചെയ്ത 15 പ്രോംസും അതിനുള്ള എന്റെ ഉത്തരങ്ങളും. ഇതെന്റെ ഫസ്റ്റ് യൂട്യൂബ് പ്രീമിയം വീഡിയോ ആണ്. പബ്ലിഷ് ടൈമിൽ തന്നെ ലൈവായിട്ട് ജോയിൻ ചെയ്ത് കമന്റ്സ് ഒക്കെ തന്നവർക്ക് ഒരുപാട് നന്ദി. ഇൻ കേസ് വീഡിയോന്റെ ഇടയിൽ വെച്ച് കമന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും അതിനുശേഷം കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് ഫുൾ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.